2015 രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2015 രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് 2014 ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്. 2014 ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ 2014 നോക്കുക. A aqueous solution contains 3 gram of a solute of molar mass 111.6 gram mole involves. In a certain mass of water, freeze at negative 0.125 degrees Celsius. The mass of water in grams present in the solution is dash. The mass of water in grams present in the solution is dash. Mass in gram. എന്താണ് മാസ് ഓഫ് വാട്ടർ ഇൻ ഗ്രാം. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്? 3 ഗ്രാം സൊല്യൂട്ട് ഉണ്ട് അല്ലെ. 3 ഗ്രാം സൊല്യൂട്ട് ഉണ്ട്. ആ 3 ഗ്രാം സൊല്യൂട്ട് എന്താണ് ഒരു സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്തേക്കാണ്. ആ സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വാട്ടറിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ടറിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. വെയിറ്റ് ഇൻ ഗ്രാമിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക് വെയിറ്റ് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് വരുന്നത്. അപ്പൊ എന്താണ് WA ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി തന്നിരിക്കുന്ന കണ്ടീഷന് എന്താണ് ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ആരുടെയാണ്? സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക? ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റിന്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ഓഫ് സോൾവെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന സാധനങ്ങൾ ഏത്? അപ്പൊ തന്നിരിക്കുന്ന സാധനങ്ങൾ ആരൊക്കെയാണ്? WB തന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ്? 3 ഗ്രാം ആണ്. പിന്നെ തന്നിരിക്കുന്നത് MB തന്നിട്ടുണ്ട്. അവന്റെ തന്നെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 111.6 ഗ്രാം ആണ്. ഇനി എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? TF ആണ് തന്നിരിക്കുന്നത്. negative 0.125 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. ഇനി ദ മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്തിന്റെ ഇക്വേഷൻ എഴുതാം? ഡെൽറ്റ TFന്റെ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു എന്താണ്? 1000 KF into WB divided by MB into W. ഇതാണ് ഡെൽറ്റ TFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ TF കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ TF കണ്ടുപിടിക്കാം. അപ്പൊ ഡെൽറ്റ TF കണ്ടുപിടിക്കാൻ എന്താണ്? ഡെൽറ്റ TF is equal to എന്താണ്? T naught F minus TF. എന്താണ്? T naught F minus TF ആണ്. T naught F എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ സ്റ്റേറ്റിലുള്ള എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. പ്യുവർ സ്റ്റേറ്റിലെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്? 0 മൈനസ് 0.125 ആണ്. എത്ര കിട്ടുക? 0.125 ആണ്. ആ നെഗറ്റീവ് അങ്ങോട്ട് പോകുന്നുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക്. 0.125 is equal to 1000 into KFന്റെ വാല്യൂ തന്നിട്ട് എത്രയാണ്? 1.86 into WB തന്നിട്ട് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ എന്താണ്? MB എത്രയാണ്? 111.6 into WA. ഏതാണ്? WA ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താണ്? WA is equal to എന്താണ്? WA എന്താണ്? 1000 into 1.86 into 3. WA ഇങ്ങോട്ട് പോകുമ്പോ എന്താണ്? 0.125 താഴേക്ക് വരുന്നു. എത്രയാണ്? 1.6 into എന്താണ്? 0.125. സോൾവ് ചെയ്ത് നോക്കിയാ. സോൾവ് ചെയ്ത് കഴിഞ്ഞാല് സോൾവ് ചെയ്ത് നോക്കുക നിങ്ങൾ. സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എത്ര കിട്ടും? 400 ഗ്രാം കിട്ടും. എത്ര കിട്ടും? 400 ഗ്രാം കിട്ടും. സോൾവ് ചെയ്ത് നോക്കാതെ നിങ്ങള് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാതെ സോൾവ് ചെയ്ത് നോക്കുക. ദെൻ 400 ഗ്രാം എന്ന് പറഞ്ഞ ഏതാ ഓപ്ഷനിൽ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേട്ടോ. അപ്പൊ എന്താണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ടീച്ചറിനെ പറഞ്ഞ കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വെയിറ്റ് ഓഫ് സോൾവെന്റ് ചോദിച്ചു. തന്നിരിക്കുന്നത് എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ഓഫ് സോൾവെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഉത്തരത്തിലേക്ക് എത്തണം. അപ്പൊ മെയിൻ ആയിട്ട് അതാണ്. എന്താണ് തന്നിരിക്കണേന്ന് നോക്കുക. അതുപോലെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ഓർത്തെടുക്കുക. റിലേഷൻഷിപ്പ് പെട്ടെന്ന് കിട്ടണം നമുക്ക്. ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിലേക്ക് എത്താനായിട്ട് പറ്റും. കണ്ടില്ലേ? നമ്മള് സിമ്പിൾ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ. സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഫിസിക്കൽ സയൻസ് ഫിസിക്കൽ കെമിസ്ട്രിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഇത് ഓർത്ത് വെക്കണം മാത്രം. റിലേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം എന്നുള്ളൂ. അപ്പൊ 2014 ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത് നമുക്ക് 2013 ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. പേരെടുത്തോ.
അതായത് നമ്മള് 2014 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2014 ക്വസ്റ്റ്യൻ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മള് എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ പറയുന്നില്ല. ഇതിന് ഒരേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീണ്ടും അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ മെറ്റീരിയൽ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കുക, ഇനി എന്താണ് 2013 ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യണം. 2013 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. If the elevation in boiling point of a solution, non-volatile, non-electrolytic and non-associating solute in a solvent, Kb is equal to x Km inverse is Yk. Then the depression in freezing point of solution of same concentration would be, എന്താണ് ഹിന്റ് തന്നിട്ടുണ്ട്, Kf of the solvent is equal to Zk. അപ്പൊ മക്കളെ നോക്കുക, നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? Depression and freezing point of a solution. Depression and freezing point of solution of same concentration. മുന്നിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്താണോ അതേ സെയിം കോൺസെൻട്രേഷൻ തന്നെയാണ് ആർക്കുള്ളത്? അതേ കോൺസെൻട്രേഷൻ ഉള്ള ആ സൊല്യൂഷന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും തമ്മിൽ വെച്ചിട്ട് എന്താണ്, അത് രണ്ടും തമ്മിൽ വെച്ചിട്ട് നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെച്ചിട്ട്. അപ്പൊ ഓഫ് ടീച്ചർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എലിവേഷൻ ഓഫ് ഫ്രീ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും എന്താണ് വ്യത്യാസം ഇല്ല കേട്ടോ, രണ്ടും സെയിം തന്നെയാണ്. ഇനി നോക്കി നമ്മൾ ഇവിടെ കണ്ടീഷൻ നമ്മൾ പറയുകയാണ്. അപ്പൊ നമുക്ക് ഈ ഡെൽറ്റ ടി ബി എന്ന് പറയുന്ന എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ തമ്മിലുള്ള മൊളാലിറ്റി തമ്മിലുള്ള എന്താണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? കെ ബി ഇൻറ്റു എം ആണ്. ടി ബി തന്നിട്ടുണ്ട്, എത്രയാണ്? വൈ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് കെ ബി തന്നിട്ടുണ്ട്. എന്താണ് ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എന്താണ്? വൈ ആണ്. അതുപോലെ കെ ബി എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? കെ ബി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ വൈയും എക്സും ആണ് തന്നിരിക്കുന്നത്. വില നമ്മൾ പുട്ട് ചെയ്യാം. അപ്പൊ എന്താണ്? y is equal to xm ആണ്. y is equal to xm ആണ്. ഇനി നോക്കുക, ഡെൽറ്റ ടി എഫും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കെ എഫ് എം ആണ് വരുന്നത്. അപ്പൊ ഇതിന് നമുക്ക് എന്താണ്? കെ എഫ് തന്നിട്ടുണ്ട്, സെഡ് ആണ്. ഡെൽറ്റ ടി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? കെ എഫ് ഇൻറ്റു എം ആണ്. കെ എഫ് എത്രയാണ്? സെഡ് എം ആണ്. സെഡ് എം ആണ്. അപ്പൊ ഇവിടുത്തെ എമ്മും എമ്മും സെയിം ആണെന്നാണ് പറയുന്നത്. കോൺസെൻട്രേഷൻ സെയിം ആണ്, എം സെയിം ആണ്. ഇവിടെ എമ്മിന്റെ വാല്യൂ എടുത്തൂടെ? എം ഇസ് ഈക്വൽ ടു എന്താണ്? എം ഇസ് ഈക്വൽ ടു എന്താണ്? y ബൈ എക്സ് ആണ്. എം ഇസ് ഈക്വൽ ടു y ബൈ എക്സ് ആണ്. ഈ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് കുട്ടിയാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 കുട്ടിയാണ് ഇക്വേഷൻ 2 കുട്ടിയാണെങ്കിൽ എന്താണ്? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 1 കുട്ടിൻ ഇക്വേഷൻ 2 കുട്ടിയുമ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു z ഇൻറ്റു y ബൈ എക്സ്. അപ്പൊ എന്താ വരിക? z y ബൈ എക്സ് ആണ്. എന്താ വരിക? z y ബൈ എക്സ് ആണ്. അപ്പൊ z y ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. y z ബൈ എക്സ്, z y ബൈ എക്സ് രണ്ട് സെയിം ആണ്. ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ബാക്കി ഒരു ഓപ്ഷൻ എന്താണ്? y z ബൈ 2x എന്ന് പറയുന്നത്. അപ്പൊ എന്താ? y z ബൈ 2x ആണ്. അപ്പൊ ഇത് രണ്ടും അല്ല. അപ്പൊ ഏതാണ്? y z ബൈ എക്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ഏതാണ്? തെറ്റ് ചെയ്തത് y z ബൈ എക്സ് ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിൾ അല്ലേ? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ മക്കളെ. അടുത്തത് 2012 ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2012 ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കുക, ദ മോൾ ഫ്രാക്ഷൻ ഓഫ് മെഥനോൾ ഇൻ ഈറ്റ്സ് 4.5 മോളാർ അക്വസ് സൊല്യൂഷൻ. എത്രയാണ്? 4.5 മോളാർ അക്വസ് സൊല്യൂഷൻ. 4.5 മോളാർ അക്വസ് സൊല്യൂഷന്റെ എന്താണ് അവന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം? എം അറിയാം. എന്ത് മാത്രം വന്നിട്ടുള്ളൂ? മൊളാരിറ്റി മാത്രം വന്നിട്ടുള്ളൂ. മൊളാരിറ്റി മാത്രം വന്നിട്ടുള്ളൂ. എത്ര? മൊളാരിറ്റി മാത്രം എത്ര? 4.5 മോളാലാണ്. ഇത്രയാണ് വന്നിരിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കണം? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. മെഥനോളിന്റെ ആണ് അല്ലെ. അപ്പൊ നമ്മള് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നോക്കുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് CH3OH. എന്താ CH3OH എന്ന് വെച്ചാൽ എത്രയാ? CH3OH എന്താ? മെഥനോൾ ആണ് അല്ലെ. മെഥനോളിന്റെ എത്രയാണ്? മെഥനോളിന്റെ എത്ര വരിക? എന്താണ്? നമ്പർ ഓഫ് മോൾസ് നമുക്ക് NB നിർത്തും.
സൊല്യൂട്ട് ആണ്. അടുത്തത് അക്വസ് സൊല്യൂഷൻ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ഇവിടെ ആരാണ്? വാട്ടർ ആണ്. എത്രയാണ്? എണ്ണയിൽ. ഇനി മൊളാലിറ്റി ആണ് അല്ലെ, മൊളാലിറ്റി ആണ്. അപ്പൊ മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? WA വേണം. വെയിറ്റ് ഓഫ് എന്ത് വേണം? വെയിറ്റ് ഓഫ് വാട്ടർ വേണം. അതായത് WA എന്ന് പറയുന്നത് എന്താണ്? NA into 18 അല്ലേ? NA into 18 അല്ലേ? 18 എന്ന് പറയുന്നത് എന്താണ്? മോളിക്കുലർ മാസ് ആണ്. അതായത് NA എന്ന് പറയുന്നത് എന്താണ്? WA by MA ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ? WA is equal to എന്താ? WA is equal to എന്താ വരിക? WA is equal to എന്താ വരിക? NA into MA എന്ന് വരും. NA into MA എന്ന് വരും. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എവിടെയാണ്? WA പുട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെ MA എന്ന് പറയുന്നത് വാട്ടറിന്റെ 18 ആണ് വരിക. അതിലാണ് പുട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്താ? WA is equal to NA into 18 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് മൊളാലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൊളാലിറ്റി MA is equal to എന്താണ്? NB divided by WA into 1000 ആണ്. അപ്പൊ നമുക്ക് പുട്ട് ചെയ്തു. അപ്പൊ M is equal to എത്രയാണ്? 4.5 is equal to എത്രയാണ്? 4.5 is equal to NB divided by WA. WA is equal to എന്താണ്? NA into 18 into 1000 ആണ്. ഇത് മൊത്തം ഇങ്ങോട്ട് വന്നു കേട്ടോ. മൊത്തം ഇങ്ങോട്ട് വരുമ്പോ എന്താണ്? 4.5 into 18 divided by 1000 equal to NB by NA ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോ എന്താണ്? 4.5 into 18 ആണ്. 0 4. അപ്പൊ എത്രയാണ്? 32 36 5 4 0 1. എത്രയാണ് ഇവിടുന്ന്? എന്താണ്? 0.1 വരിക. ഇനി നമ്മൾ ഡിവൈഡ് ബൈ എന്താണ്? 1000 ചെയ്യുമ്പോൾ 2.0 നീട്ടിട്ട് എന്ത് വരും? 0.081 is equal to NB by NA എന്ന് പറഞ്ഞു. ഡിവൈഡ് ബൈ 1000 ചെയ്താ പോട്ടാ. കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് 0.081 is equal to NB by NA കിട്ടി. അപ്പൊ NB by NA നമ്മളിവിടെ വെച്ചു. അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കാണ്? XB കണ്ടുപിടിക്കാം. XB എന്ന് പറഞ്ഞാൽ എന്താണ്? NB by NA plus NB ആണ്. NB by NA plus NB ആണ്. അപ്പൊ നമുക്ക് രണ്ടിലും NB ഉണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് എന്തെന്നൊക്കെ എഴുതാം? ഇതില് NB കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് അതിന് ഓർ എങ്ങനെ എഴുതാം? 1 by NB plus 1 by 1 plus NA by NB എന്നാവാ. എല്ലാത്തിനും NB കൊണ്ട് എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്തപ്പോ 1 by 1 plus NB by NA by NB എന്നായി. അപ്പൊ XB നമ്മൾ പുട്ട് ചെയ്യണം. XB is equal to എന്താ? NB എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 1 ഇട്ട് കൊടുത്തു. പിന്നെ എന്താണ്? 1 plus NB by NA എന്താണ്? NB by NA എത്രയാണ്? 0.01 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എടുത്ത് മറിച്ചിടുമ്പോ എന്താ വരിക? NA by NB എന്നുള്ള 1 by 0.81 വന്നില്ലേ? അപ്പൊ 1 by 0.081 വന്നു. അപ്പൊ അതിനെ നമ്മൾ എന്താ ഡിവൈഡ് ചെയ്ത് നോക്കാം. അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ എത്രയാണ് കിട്ടുക? XB is equal to 1 by 1 plus 12.34 എന്ന് കിട്ടും. എത്ര കിട്ടും? 1 by 1 plus 12.34 കിട്ടും. അത് നമുക്ക് എന്താണ്? XB is equal to എന്തായിട്ടാ? 1 by 13.34 ആണ്. 1 by 13.34 ആണ്. into 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇവിടെ എത്ര കിട്ടും? into 100 by എന്താണ്? 1334 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എത്രയാണ്? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയ വാല്യൂ ഏതാ ഓപ്ഷൻ കിട്ടാണത്? അവസാനം വരെ കിട്ടിയില്ലേ? ഏതാ ഓപ്ഷൻ കിട്ടാന്ന് നോക്കി നോക്കിയ ഓപ്ഷൻ ഏതാ വരിക? ഞാനിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയൊക്കെ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഡി ആണ്. ഏതാ വരിക? 0.075 ആണ് കിട്ടുക. ഏതാ കിട്ടുക? 0.075 ആണ് കിട്ടുക. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. സിമ്പിൾ അല്ലേ? ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 3 ട്വിസ്റ്റിംഗ് ഉണ്ട് ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ആ കാൽക്കുലേഷന്റെ അവിടെയാണ് വരുന്നത്. മൊളാലിറ്റി മാത്രം തന്നു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റെപ്പാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ചെയ്ത് നോക്കി പഠിക്കുക കേട്ടോ. നന്നായി ചെയ്ത് പഠിക്കുക. എളുപ്പല്ലേ? അപ്പൊ ശരി, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അപ്പൊ മക്കളെ, നമ്മള് 2012 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2012 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഞാൻ 2011 ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. 2011 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2011 ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. നോക്കുക ക്വസ്റ്റ്യൻ നോക്കുക. At 25 degrees Celsius
A 5% aqueous solution of glucose അതിന്റെ molecular weight തന്നിട്ടുണ്ട് 180 gram ആണെന്ന് is isotonic with a 2% aqueous solution of unknown solute. Aqueous solution of unknown solute ആണ്. ഇനി നോക്കാം what is the molecular weight of unknown solute? എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? What is the molecular weight of unknown solute? Unknown soluteന്റെ molecular weight കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മള് എന്താണ് നമുക്കറിയാം രണ്ട് കണ്ടീഷൻ ആണുള്ളത്. മോളിക്കുലർ വെയിറ്റ് എന്താണ് തന്നിട്ടുണ്ട് അവരുടെ ഗ്ലൂക്കോസിന്റെ. അതുപോലെ തന്നെ രണ്ടാളുടെയും വെയിറ്റ് ഗിവൺ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്താണ്? ഐസോടോണിക് വിത്ത് എന്താണ് ഈച്ച് അതർ ആണ്. അപ്പൊ ഐസോടോണിക് എന്ന് പറയുമ്പോൾ രണ്ടാളുടെ എന്ത് ഈക്വൽ ആണ്? ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ്. എന്തൊക്കെയാണ് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് പൈ ഗ്ലൂക്കോസ് ഈസ് ഈക്വൽ ടു എന്താണ് പൈ അൺനോൺ സൊല്യൂട്ട്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലെ. പൈ ഗ്ലൂക്കോസ് ഈസ് ഈക്വൽ ടു പൈ അൺനോൺ സൊല്യൂട്ട് ആണ്. അപ്പൊ പൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പൈ നമുക്കറിയാം എന്താണ് C1 ഗ്ലൂക്കോസിനെ C1 RT എടുക്കുകയാണ്. പൈ ഈസ് ഈക്വൽ ടു C1 RT ആണ്. CRT ആവുമ്പോ ഇതെന്താണ് C2 RT എടുക്കാം. അപ്പൊ എന്താണ് ഈ ആർട്ടികൾ രണ്ടാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്താ C1 is equal to C2 കിട്ടി. ഇനി C1 എന്താണ് നമുക്കറിയാം. C1 നമുക്കറിയാം C എന്താണ് കോൺസെൻട്രേഷൻ ആണ് N/V ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് N1/V is equal to N2/V ആണ്. അപ്പൊ എന്ത് ഇവിടെ V യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയ എന്താണ് ഇവരുടെ N1 is equal to N2 എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ കിട്ടിയത്. N1 is equal to N2 ആണ്. അത് അല്ലാതെ നമുക്കറിയാം ഐസോട്ടോണിക് ആണ്. അപ്പൊ എന്താണ് നമ്പർ ഓഫ് മോൾസ് അവിടെ ഈക്വൽ ആണെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ N1 is equal to N2 ആണ് നമുക്കറിയാം. നമ്പർ N1 is equal to N2 ആണ്. നമ്മൾ ആ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തു. ഇനി നോക്കാം. ഇനി നമുക്ക് ഇതിൽ എന്താണ് N1 കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ് ഗ്ലൂക്കോസിന്റെ നമ്മൾ എന്താണ് W1/N1 is equal to W2/M2 എന്ന് എടുത്തു. ഇനി W1 എത്രയാണ് തന്നിരിക്കുന്നത് 5 ആണ് അല്ലെ. 5/M1 പറഞ്ഞിട്ട് എത്രയാണ് 180 ആണ്. is equal to 2/M2 അറിയിക്കാം. അപ്പൊ M2 എടുത്തൂടെ. M2 എന്താണ് 180 into 2 അല്ലെ. 180 ഇങ്ങോട്ട് പോയപ്പോ 180 2 divided by 5 ആണ്. is equal to എത്ര വരും 0 8 into 60 2 into 1 എത്രയാണ് 2 ആണ്. 2 plus 1 360 ആണ്. 360/5 ആണ്. 360/5 എന്ന് പറയുമ്പോൾ എത്ര വന്നു? ഇതില് 7 times ബാക്കി 1 അപ്പൊ എത്രയാണ് 2. അപ്പൊ എത്രയാണ് 72. എത്രയാണ് 72 gram ആണ്. 72 gram ഏതാണ് നമ്മുടെ ഓപ്ഷനിലുണ്ട് അല്ലെ. ഏതാണ് C ഓപ്ഷൻ ആണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ? എഴുതിത്തോളൂ കേട്ടോ. ിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകാണ്. 2011 ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. A solution contains 1.8 gram of a compound. Empirical formula of the compound is equal to CH2O. In 40 gram of water is observed to freeze at negative 0.465 degrees Celsius. The molecular formula of the compound is dash. Molecular formula of the compound is dash. Empirical formula of CH2O തന്നിട്ടുണ്ട്. അപ്പോ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എന്താണ് എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ ആണ്. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ ആണ്. ഇതാണ് ഇക്വേഷൻ. മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇപ്പൊ നോക്കുക. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? KF തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ TF കണ്ടുപിടിച്ചൂടെ. ഇത് എന്താണ് വാട്ടറിലാണ് സോളിബിൾ ആയിരിക്കുന്നത്. അപ്പൊ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ TF എന്ന് പറയുന്നത് എത്ര വന്നു? 0.465 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഡെൽറ്റ TF എന്ന് പറയുന്നത് എത്ര കിട്ടി? 0.465 കിട്ടി അല്ലെ. അത്രയും ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കിട്ടി നമുക്ക്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. ഇനി എന്താണ് 1.8 gram ഓഫ് ആണ്
സോൾയൂട്ടിന്റെ വെയിറ്റ് അതുപോലെ സോൾവെന്റിന്റെ വെയിറ്റ് 40 gram ആണ്. അപ്പൊ ഇത് ഡെൽറ്റ ടി എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡെൽറ്റ ടി എഫ് കിട്ടി എന്താണ് 0. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എന്താണ് KF into WB into 1000 divided by MB into WA ആണ്. അപ്പൊ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ് 0.465 is equal to 1.86 into 1.8 into 1000 divided by MB into 40 ആണല്ലോ. ഇനി നമ്മള് എന്താണ് MB നെ ഇങ്ങനെ എടുക്കുകയാണ്. MB നമുക്ക് അറിയില്ല. MB അറിയില്ല. അപ്പൊ MB is equal to എന്താണ് 1.86 into 1.18 into 1000 divided by എന്താണ് MB into 40. അപ്പൊ ഇതിൽ 2 zeros കൊണ്ട് എന്താണ് ഈ പോയിന്റ് പോയി. പിന്നെ എന്താണ് ഈ ഒരു 0 കൊണ്ട് ഈ പോയിന്റ് പോയി. then 1000 അത് വെച്ച് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എത്രയാണ് MB അല്ല 0.465 ആണ്. ഇതിന്റെ ആൻസർ ഒന്ന് സോൾവ് ചെയ്തേ. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ വേഗം. എത്ര കിട്ടി നമുക്ക് ഉത്തരം 180 കിട്ടി. എത്ര കിട്ടി 180 കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് 180 ആണ് അവിടുത്തെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അപ്പോ മോളിക്കുലർ ഫോർമുല നമുക്കറിയാം എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N ആണ്. ഈ N ഫൈൻഡ് ചെയ്യാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഈ N ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ മോളിക്കുലർ ഫോർമുല മാസ്. മോളിക്കുലർ ഫോർമുല മാസ് അല്ലെങ്കിൽ എന്താണ് മോളിക്കുലർ ഫോർമുല മാസ് എന്താണ് മോളിക്യുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മാസ് ഇതാണ്. അപ്പൊ എന്നെ കണ്ടുപിടിച്ചോളൂ നമുക്ക് മോളിക്കുലർ മാസ് കിട്ടി. മോളിക്കുലർ മാസ് എത്രയാണ് മോളിക്കുലർ മാസ് ഈക്വൽ ടു 180 ആണ്. എംപിരിക്കൽ ഫോർമുല ഇവന്റെ മാസ് ആണ് അല്ലെ. എംപിരിക്കൽ ഫോർമുല ഇവന്റെ മാസ് എത്രയാ കാർബണിന്റെ 12 ആണ് പ്ലസ് 2 ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ എത്ര N is equal to 3D 180 divided by 14 എത്രയാണ് 30 ആണ് അല്ലെ. അല്ലെ നോക്കിയേ 14 plus 16 എത്രയാണ് 13 ആണ്. അപ്പൊ എന്ത് കിട്ടി N is equal to 6 കിട്ടി. 3 എത്ര പോയി 6 times 0 കട്ട് ചെയ്ത് പോയി. അപ്പൊ 6 കിട്ടി. ഇനി മോളിക്കുലർ ഫോർമുല കണ്ടുപിടിച്ചാൽ മോളിക്കുലർ ഫോർമുല equal to CH2O into 6 ആണ്. അപ്പൊ എന്ത് കിട്ടി C6H12O6 ആരാത് ഗ്ലൂക്കോസ് അല്ലെ. ഏതാണ് ഇവിടെ കിടക്കുന്ന ഓപ്ഷൻ എവിടെയാണ് C6H12O6 എത്രയാണ് ഈ ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഇ ആണ് കേട്ടോ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ മക്കളെ ഇനി 2004 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. 2004 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടീച്ചർ തിയറി പാർട്ടിൽ പറയാത്ത ഒരു ഭാഗം ആയതുകൊണ്ടാണ് 2004 ആ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നോക്കുക ദ സ്റ്റേറ്റ്മെന്റ് the relative lowering of the vapor pressure is equal to the ratio of the moles of the solute to the total number of moles in solution refers to Hess's law, Dalton's law, Rhodes law, Charles law, Boyle's law. അപ്പൊ നോക്കാം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം. പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇതില് എന്താണ് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് കളയാം. ഇനി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് എ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് P naught A മൈനസ് PS ഡിവൈഡ് ബൈ P naught A is equal to ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് റേഷ്യോ ഓഫ് എന്താണ് NB by NA plus NB എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഈക്വൽ ടു XB എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം XB ആണ് നമ്മൾ പഠിച്ചു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്. അത് ഇതിൽ ഏത് ലോയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഫർ ചെയ്യണേന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ലോയെ റെഫർ ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അപ്പൊ വേപ്പർ പ്രഷർ നമ്മൾ പഠിച്ചിരിക്കുന്നത് എവിടെയാണ് റോഡ്സ് ലോ ആണ്. അപ്പൊ റോഡ്സ് ലോയുടെ എന്താണ് മോഡിഫൈഡ് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റോഡ്സ് ലോയുടെ മോഡിഫൈഡ് ഫോമിനെയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണ് മോഡിഫൈഡ് റോഡ്സ് ലോ ആണ്. അപ്പൊ മോഡിഫൈഡ് റോഡ്സ് ലോ ആണ് എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനാണ് റെഫർ ചെയ്യുന്നത്
എന്താ റെഫർ ടു റോഡ്സ് ലോ, റെഫേഴ്സ് ടു റോഡ്സ് ലോ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുന്ന കാരണമാണ് ടീച്ചർ തിയറി പാർട്ടിൽ എന്ത് ചെയ്യാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിത് നമ്മൾ ആ ഷോർട്ട് നോട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ്, എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ അടുത്ത് എന്താണ് ഇറ്റ്സ് എ മോഡിഫൈഡ് റോഡ്സ് ലോ എന്ന് എഴുതാം കേട്ടോ. അപ്പൊ നമ്മള് സൊല്യൂഷനിലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ടീച്ചർക്ക് കമന്റ് ചെയ്യുക. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി ടീച്ചർ എന്ത് ചെയ്യാത്തത്, സോൾവ് ചെയ്ത് തരാത്തത്. അങ്ങനെ സോൾവ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്യില്ല. അപ്പൊ അത് ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ നമ്മൾ സൊല്യൂഷൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്ററാണ് തുടങ്ങാം കേട്ടോ. അപ്പൊ താങ്ക് യു.